എന്തൊക്കെയാ വിശാലം ഇവിടെ നടക്കുന്നത്? നീ എന്തൊക്കെയാ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞെന്നുള്ള ബോധം നിനക്കുണ്ടോ? മുത്തശ്ശി പറയുന്നെല്ലാം കേട്ട് ഒരു കുറ്റവാളിയെ പോലെ വിശാലം തലതാഴ്ത്തി നിന്നു. തൻ്റെ എടുത്തുചാട്ടമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് അപ്പോൾ വിശാലത്തിന് തോന്നി. ഇത്രയും കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നിന്ന് മുത്തശ്ശി അവരെ ശകാരിച്ചത് അവർക്ക് തന്നെ തൊലിയുരിയുന്ന പോലെ തോന്നി. അത് വല്യമേ, ഞാൻ ഇനി ഒന്നും പറയേണ്ട വിശാലം. നീ ഇപ്പം തന്നെ നിന്റെ മകനെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോവാ. ഇനി അഗ്നി ഇവിടെ നിർത്താൻ സാധിക്കില്ല. ഞാൻ അവനെക്കുറിച്ച് ഇങ്ങനെയെന്നല്ലായിരുന്നു കരുതിയത്. പക്ഷെ അവർ പറയാൻ വന്ന പകുതിക്ക് വെച്ച് നിർത്തി. അപ്പോഴാണ് തറവാട്ടിന് മുമ്പിൽ അജുവിന്റെ കാർ വന്ന് നിന്ന്. ഡ്രൈവർ അഗ്നി എങ്ങനെയൊക്കെയോ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തി. അജു അഗ്നിയെ തിരിഞ്ഞുപോലും നോക്കാതെ ആദ്യമേ അകത്തേക്ക് കയറി പോന്നിരുന്നു. അഗ്നി ആ ഒരു കോലത്തിൽ കണ്ടതും അവിടെയുള്ള ആൺപടകൾക്കെല്ലാം സന്തോഷമായി. അത്രയ്ക്കും ബേഷായിട്ടാണ് കാശി അവന്റെ മേൽ കയറി ഇറങ്ങിയത്. അഗ്നി, എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല. എല്ലാം പറയേണ്ടത് നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. പകയേറിയുന്ന കണ്ണുകളോടെ വിശാലവും ഗായത്രി അഗ്നി തറവാട്ടിലുള്ളവർ പോകുന്നത് നോക്കി നിന്നു. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാൻ മോനെ. നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞുപോയി. പക്ഷേ ഇവിടെയുള്ളവരെ സമാധാനത്തോടെ ജീവിക്കാൻ ഈ വിശാല അനുവദിക്കില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തറവാട്ടിലുള്ളവർ കരയും. നമ്മളിവിടുന്ന് ആട്ടി ഓടിച്ചില്ലേ, അതിനെ ഇവർ പശ്ചാത്തപിക്കും. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിശാല ആരാണെന്ന്. മൂവര് അവരുടെ സാധനങ്ങളെടുത്ത് അഗ്നിയെ കൊണ്ടുവന്ന കാലത്ത് തന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിരിക്കാതെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കാശിയുടെയും ഗൗരിയുടെയും റിസപ്ഷൻ അതിഗംഭീരമായി തന്നെ അവിടെ തന്നെ ഒരു ഹെറിറ്റേജിൽ വെച്ച് നടത്തി. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നെല്ലാം ഒരുപാട് പേർ അവരുടെ റിസപ്ഷനിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ നിരഞ്ജനും അവന്റെ അച്ഛനമ്മയും റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. നിരഞ്ജൻ ഗൗരിയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു നഷ്ടബോധം അവന്റെ കണ്ണുകളിൽ കാശി കാണുന്നുണ്ടായിരുന്നു. വേദനയിൽ കുതിർന്ന ഒരു ചിരി നിരഞ്ജൻ ഗൗരി കൈമാറി അവിടെ നിന്ന് നടന്നകന്നു. കാശിയുടെ പ്രണയത്തിൽ അലിഞ്ഞുപോയ ഗൗരി നിരഞ്ജന്റെ മുഖഭാവം ശ്രദ്ധിക്കുന്ന കൂടിയില്ലായിരുന്നു. അല്ലെങ്കിൽ അവന്റെ വേദന അവൾക്ക് മനസ്സിലായില്ലെന്ന് വേണമെങ്കിൽ പറയാം. അവൾ ഇന്നും അവന് നൽകുന്ന ആ മനോഹരമായ പുഞ്ചിരി അപ്പോഴും അവളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ കാശിക്ക് നിരഞ്ജന്റെ മുഖത്തെ നഷ്ടബോധത്തിന്റെ വേദന മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് കുശുമ്പ് കുത്താൻ തുടങ്ങി. അവൻ പോലും അറിയാതെ അവന്റെ ഇടതുകൈ അവളുടെ വലതുകൈയിൽ ചേർന്നു. ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ. ഒരു മാസം യാതൊരു പ്രശ്നവുമില്ലാതെ കടന്നുപോയി. ഗൗരി കോളേജ് വിട്ട് റൂമിലേക്ക് കയറുമ്പോൾ കാണുന്നത് കാശി എവിടേക്കോ പോവേണ്ടി ഒരുങ്ങുന്നതാണ്. അവൾ തൻ്റെ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് മേശയുടെ മുകളിലേക്ക് എടുത്തു വെച്ച് അവൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. എങ്ങോട്ടാ കാശിയുടെ പോകുന്നേ? പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഗൗരി, ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് മുംബൈ വരെ പോവാ. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാനീ തിരിച്ചു വരൂ. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കാശി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ കേട്ടതും ഗൗരി ആകെ പകച്ചുപോയി. എന്നിരുന്നാലും അവൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥ ഗൗരിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ മനോഹരമായി പുഞ്ചിരി വിടർത്തിക്കൊണ്ട് തന്നെ അവനോടായി പറഞ്ഞു. കാശിയിടം പോയിട്ട് വരും. ജോലിയെല്ലാം തീർത്ത് വേഗം വരാൻ നോക്കണേ. അത്രയും പറഞ്ഞു തീർത്തും അവൻ അവളെ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ഇറുകെ കെട്ടിപ്പുണർന്നു. മോളെ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. നിനക്കറിയാലോ എത്രമാത്രം ഇഷ്ടത്തോടെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന്. അവൾ വേഗം തന്നെ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ കൈകളാൽ തുടച്ചു മാറ്റിക്കൊണ്ട് അവനോടായി പറഞ്ഞു. എനിക്കറിയാം കാശിയേട്ടാ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വേഗം ജോലി കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന്. ഈ ഗൗരിക്കുട്ടിയോടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടായാൽ മതി എൻ്റെ ഭർത്തുവിന്. അവളൊരു കുറുമ്പോട് അവനോട് പറഞ്ഞു. അത് പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ടിരിക്കുമോ ഗൗരിക്കുട്ടിയെ? നീ എൻ്റെ ജീവനല്ലേടി. അതും പറഞ്ഞ് അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്ന മുന്നേ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. ആദ്യമൊന്ന് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൾ അവനെ തിരികെ ചുംബിച്ചു തുടങ്ങി. ഒടുവിൽ ശ്വാസം വില്ലനായതും ഇരുവരും പരസ്പരം അകന്നു മാറി. അതെ, 2 ആഴ്ചക്കുള്ളത് ഒന്നിച്ചെടുത്താ. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ കാണും. അവനൊരു കുറുമ്പോടെ അവളുടെ ചുണ്ടുകൾ തൻ്റെ കൈവിരലുകൾ തുടച്ചുകൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു. അവളതിന് മറുപടിയായി ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ കണ്ണുരുട്ടി നോക്കി. നീ ഇങ്ങനെ ചുണ്ട് കുറിപ്പിച്ച് എന്നെ നോക്കി മൂടൊന്നും മാറ്റില്ല എൻ്റെ ഗൗരി. പിന്നെ ഈ ഫ്ലൈറ്റ് മിസ്സാവേ. പോ അവിടുന്ന്. അതും പറഞ്ഞ അവളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുങ്ങിയതും അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ ഷോളിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് മറുകൈയിൽ തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തറവാട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ അജുവിൻ്റെ അടുത്തെത്തി. ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഏട്ടാ, അറിയാലോ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്. ഇപ്പോൾ ഗൗരിൻ്റെ ഭാര്യയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വരാൻ എന്തായാലും 2 ആഴ്ച പിടിക്കും. ഏട്ടൻ്റെ ഒരു കണ്ണെപ്പോഴും ഗൗരിയുടെ മേൽ വേണം. അവൾ തനിച്ചുവിട്ടത്തേക്കും വിട്ടേക്ക്. ഞാനിവിടെ നിന്ന് ശത്രുക്കൾ അറിഞ്ഞാൽ അറിയാലോ. നീ പോയിട്ട് വേണം ധൈര്യമായിട്ട്. നിന്റെ ഗൗരിക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. പോയിട്ട് വാ. ശരിയേട്ടാ, ഞാൻ പോയിട്ട് വരാം. ബൈ. കാറിൽ കയറി അവൻ ഗൗരിയെ തിരിഞ്ഞു നോക്കി. മുഖത്ത് സങ്കടമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ പാടുപെടുന്ന കണ്ടപ്പോൾ അവനും സങ്കടം തോന്നി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനും ചിരിച്ചു. അവനും അവൾ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഒരു വട്ടം കൂടി അവൻ ഗൗരിയെ നോക്കി കണ്ണും പൂട്ടി സീറ്റിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ ഇരു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
എന്താണെന്നറിയില്ല, പതിവില്ലാത്തൊരു അസ്വസ്ഥത അവനെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. പോകുവാൻ ഒരു തരം ഇഷ്ടം പോലും അവനില്ലായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു ഭയം അവനിൽ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും അത് അവനെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നു. അവൻ്റെ ജീവനും പ്രാണനുമായ ഗൗരിയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. അവൻ്റെ കാർ ദൂരേക്ക് പാഞ്ഞു പോയതും കരഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് ഓടിക്കയറിപ്പോയി. തൻ്റെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്തപ്പോഴാണ് അവൾ കുറച്ചെങ്കിലും ആശ്വാസമായത്. അവനില്ലാതെ ആ മുറിയിൽ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അത്രമേൽ കാശി അവളുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കാശില്ലാത്തതുകൊണ്ട് തന്നെ അജുവിൻ്റെ കണ്ണുകൾ ഏതു നേരവും ഗൗരിയുടെ പുറകെയായിരുന്നു. കൂടാതെ ആരും ഗൗരിക്ക് ഷാഡോ പോലീസിന്റെ ഏർപ്പാട് ചെയ്തിരുന്നു. തനിക്ക് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തിട്ടുണ്ടെന്നറിയാതെ ഗൗരി അമ്മുവിനൊപ്പം പാറിപ്പറന്ന് നടന്നു. കോളേജ് കഴിഞ്ഞ് വരുന്ന ഗൗരി കാണുന്നത് ഷോക്ക് അടിച്ചിരിക്കുന്ന അമൃതയാണ്. എന്താ അമ്മു, എന്തു പറ്റി? ഒന്നും പറയേണ്ടത് ഗൗരി, സ്കൂട്ടി പണി പറ്റിച്ച്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോവാം. ഇനിയിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഡ്രൈവറായിട്ട് കാർ എടുത്ത് വരുമ്പോൾ നേരാവും. അത് നീ പറഞ്ഞ ശരിയാ. എന്നാ കമോൺ ഫോളോ മീ. അതും പറഞ്ഞൊരു യോദ്ധാവിനെ പോലെ അമ്മു മുന്നിൽ നടന്നു. അവളുടെ നടത്തം കണ്ട് ഗൗരിക്ക് ചിരി പൊട്ടി. ഷോ, ഇങ്ങനൊരു സാധനം. അതും പറഞ്ഞ് അവൾ പുറകെ നടന്നു. ഗേറ്റിന്റെ മുമ്പിലേക്ക് എത്തിയതും തങ്ങളുടെ എതിരേൽക്കുന്ന ആരവിനെ കണ്ടതും ഗൗരിക്ക് സന്തോഷമായി. ആരവേട്ടാ, ഇതെന്താ ഇവിടെ? ഇന്നെൻ്റെ ജോലി വേഗം കഴിഞ്ഞു, അപ്പൊക്കെ നിന്നെയും കൂടി വീട്ടിലേക്ക് പോവാന്ന്. ആണോ? അത് നന്നായി. ഇവിടെ അമ്മുവിൻ്റെ സ്കൂട്ടി കംപ്ലൈൻറ്റ്, അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ച് വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് മാറി നിൽക്കുന്ന അമ്മുവിനെ ആരോ കാണുന്നത്. ഏട്ടാ, പോകുന്ന വഴി അമ്മുവിനെ വീട്ടിലിറക്കി കൊടുക്കുമോ? പിന്നെന്താ, ഞാനെന്തായാലും ഇറക്കി കൊടുക്കും. അവനെന്ന് അമ്മുവിനെ നോക്കിക്കൊണ്ട് അർത്ഥം വെച്ച് പറഞ്ഞു. അതിലൊരു അപായ സൂചന ഇല്ലേന്ന് അമ്മുവിന് തോന്നി. അവൾ കുറച്ചു മുന്നേ ഗൗരിയുടെയും കാശിയുടെയും വിവാഹ ദിവസം നടന്ന സംഭവങ്ങളിലേക്ക് ഊളിയിട്ടു. സദ്യയെല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഒരു പാലട പ്രഥമൻ കയ്യിൽ പിടിച്ച് ആസ്വദിച്ച് കുടിച്ചു വരികയായിരുന്നു നമ്മുടെ അമ്മ. എതിരെ ഫോണിൽ സംസാരിച്ചു വരുന്ന ആരും സത്യത്തിൽ നമ്മുടെ അമ്മുവിനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചതും അമ്മുവിന്റെ കയ്യിലുണ്ടായിരുന്ന പായസം മുഴുവൻ അവളുടെ ഡ്രസ്സിലായി, ഒപ്പം ആരവിന്റെ ഷർട്ടിലും. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കണ്ണിൽ നിൽക്ക്. എന്റെ ഷർട്ടിലൊക്കെ പായസമായി. എന്റെ കണ്ണ് എന്റെ അടുത്ത് തന്നെയുണ്ട്. തന്റെ കണ്ണ് എവിടെ പോയതാണോ? താ ഫോൺ വിളിച്ച് തന്നെ കൂട്ടിയിടിച്ചാൽ പോരാ, എന്റെ മുക്കിട്ട് കയറണം. കണ്ണുപൊട്ടാ. നീ എന്താ എന്നെ വിളിച്ച് കണ്ണുപൊട്ടെന്നോ? നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ഞാൻ ഈ ജില്ലയുടെ ജില്ലാ കളക്ടറാ. എന്നെയാണോടി നീ കണ്ണുപൊട്ടാന്ന് വിളിച്ച്? ജില്ലാ കളക്ടർ അല്ലേ, അല്ല തുർക്കിയിൽ നിന്ന് വന്ന രാജാവൊന്നുമില്ലല്ലോ. ഒരു പേടിയും കൂടെ തന്നോട് എതിർത്ത് നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ആരവിന് ആദ്യം അത്ഭുതം തോന്നി. കാരണം താനൊരു ജില്ലാ കളക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ബഹുമാനത്തോടെയാണ് തന്നെ കണ്ടിരുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറുന്നത്. നീ എന്റെ ഗൗരിമോട് സുഹൃത്തായതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ താനെന്നെ എന്ത് ചെയ്യോട് ആരവട്ടോ? അമ്മൂര് അകലം പാലിച്ച് അവനോട് സംസാരിക്കുന്നത്. പേടിയൊന്നുമില്ല, എന്നിരുന്നാലും ഒരു ചിന്ന ഭയം. എന്താണ് നീ എന്നെ വിളിച്ച് ആരവട്ടനെന്നോ? നിൽക്കടേ അവിടെ. താൻ പോടും, ധൈര്യം എന്നെ വന്ന് പിടിക്കേ. അതും പറഞ്ഞ അവൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി. അമ്മുവിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അവൾ പേടിയോടെ ആരവിനെ നോക്കി ഉമിനീരിറക്കി. പാവം, നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവൾ അമ്മുവിന്റെ കൈ പിടിച്ച് വലിച്ച് അവൾ കാറിലേക്ക് കയറ്റാനൊരുങ്ങി. ഗൗരി, ഞാൻ ഓട്ടോക്ക് പോയിക്കോളാം, നീ ഏട്ടൻ്റെ കൂടെ പോയിക്കോ പ്ലീസ്. അവൾ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പരിശ്രമിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്ന് ഞാൻ നിന്റെ കൂടെയല്ലേ വരുന്നത്. ഇപ്പം ഇന്ന് നിന്റെ സ്കൂട്ടി കംപ്ലൈൻ്റ് ആയ ഞാൻ നിന്നെ കൊണ്ടാക്കണം. മര്യാദയ്ക്ക് എന്നെ കൂടാന്നോ? ഇല്ലേ പിന്നെ ഞാൻ നിന്നോട് മിണ്ടില്ല. ഇനി പറഞ്ഞിട്ട് അവളോട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അമ്മു ഇടങ്കണ്ണാര ആരവിനെ നോക്കി. തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന അവൻ അവളുടെ നോട്ടം കൃത്യമായി കണ്ടിരുന്നു. അവൻ താൻ നോക്കിയത് കണ്ടു എന്ന് കണ്ടതും അമ്മുവിന് ആകെ ചാളിയത് തോന്നി. അവൾ ആരെയും നോക്കാതെ തലകുനിച്ചുകൊണ്ട് ഗൗരിയുടെ കൂടെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. കാറിന്റെ ഫ്രണ്ട് വ്യൂ മിററിലൂടെ ആരും അമ്മുവിനെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായി അമ്മു കാണുന്നുണ്ടായിരുന്നു. അവളുടെ നെഞ്ചൊക്കെ പടപടാൻ മിടിക്കാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമില്ല, ഗൗരി ഇറക്കിയിട്ട് വേണം അമ്മുവിന്റെ വീട്ടിലേക്ക് പോവാൻ. ഈശ്വര, അവൾ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കാവും ഇയാളുടെ കൂടെ. പണ്ട് ഇയാളോട് തല്ലുകൂടിയതൊക്കെ ഓർമ്മിച്ച് അതിന് പ്രതികാരം ചെയ്യോ? ആ സമയത്തിനുള്ളിൽ കാർ മാണിക്യമംഗലത്തിന്റെ തറവാടിന് മുമ്പിൽ എത്തിച്ചേർന്നു. ഗൗരി, നീ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വീട്ടിലാക്കി വരാം. ശരിയേട്ടാ. അമ്മു, നീ എന്നാ മുന്നിലിരിക്കോ, എൻ്റെ ഏട്ടനെ ഡ്രൈവറാക്കണ്ട, അത് കരുതിയാ. അവളൊരു കുറുമ്പോട് അമ്മുവിനോട് പറഞ്ഞു. ആ എന്താണ് നീ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? അത് മുമ്പിൽ കയറി. ബാക്ക് ഡോർ തന്ന് അമ്മുവിന്റെ കൈകളിൽ പിടിച്ച് അവളെ മുന്നിലെ ഡോർ തുറന്ന് ഗൗരിയോടെ ഇരുത്തി. ഏട്ടാ, അമ്മു, ഞാൻ പോവാണേ. അത് പറഞ്ഞ് അവർക്ക് ടാറ്റയും കൊടുത്ത് ഗൗരി തറവാടിന്റെ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. ഒരു വിജയച്ചിരിയോടെ അമ്മുവിനെ നോക്കി ആരവ് ചോദിച്ചു. എന്നാ നമുക്കങ്ങ് പോയാലോ തമ്പുരാട്ടി? ആരവിന്റെ ചോദ്യം കേട്ടതും അമ്മുവിന്റെ മുഖം വീർത്തു വന്നു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. ആരവ് ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. പരസ്പരം ഒന്നും മിണ്ടില്ലെങ്കിലും അവരിരുവരും ആ യാത്ര വളരെയധികം ആസ്വദിച്ചിരുന്നു. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇരുവർക്കും പരസ്പരം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ആരോ അമ്മുവിന്റെ വീടിന് കുറച്ചകലെ അവന്റെ വണ്ടി സൈഡാക്കി നിർത്തി. വണ്ടി നിർത്തിയത് കണ്ടതും അമ്മു സംശയത്തോടെ ആരവിനെ നോക്കി. എന്താ നോക്കുന്നത്? താൻ പേടിക്കണോ? തന്നെയാണെന്ന് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആ പേടിയൊന്നും ഈ അമൃതയ്ക്കില്ല. അതെന്താ തനിക്കെന്നെ പേടിയില്ലാത്ത?
അതോ ഇയാൾ ഗൗരിയുടെ ഏട്ടനല്ലേ? എൻ്റെ ഗൗരി ഒരു പാവം. അപ്പോൾ അവളുടെ ഏട്ടനെ ഏകദേശം അതുപോലൊക്കെ ആയിരിക്കും. അമ്മു തന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ആരവിന് സന്തോഷം തോന്നി. നോക്കമ്മു, ഞാൻ വളച്ചിട്ടില്ല ഒരു കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒരു മരം ചുറ്റി പ്രേമത്തിനൊന്നും എനിക്ക് നേരം ഉണ്ടാവില്ല. തനിക്കറിയാലോ എൻ്റെ തിരക്കുകളെക്കുറിച്ച്. താൻ എന്തു പറയുന്നു? തനിക്കെന്നെ ഇഷ്ടമാണോ? ആരോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അമ്മു ഒന്ന് ഷോക്കായി. പിന്നീട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആരവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഷോക്കായി. സത്യത്തിൽ എനിക്കും ആരവേട്ടനെ ഇഷ്ടമാണ്. അവൾക്കും തന്നെ ഇഷ്ടമാണെന്ന് കേട്ടതും ആരവിനും വളരെയധികം സന്തോഷം തോന്നി. വളരെ ബോൾഡായി പെട്ടെന്ന് തന്നെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന പ്രകൃതമാണ് അമ്മുവിൻ്റെതെന്ന് അവൻ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അവളിൽ അവൻ ഇഷ്ടപ്പെട്ട അത് തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആരവിൻ്റെ മുഖമൊന്ന് ചുടിഞ്ഞു. പക്ഷേ മാണിക്യമംഗലം എന്ന് പറയുന്ന വലിയ തറവാട്ടുകാരുടെ അത്രയും സമ്പത്തൊന്നും എൻ്റെ വീട്ടുകാർക്കില്ല. പിന്നെ ആരവേട്ടനെ ഒരു കളക്ടറാണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി. നമ്മൾ തമ്മിൽ എങ്ങനെ നോക്കിയാലും ഒരുപാട് അന്തരമുണ്ട്. പിന്നീട് ഈ വിവാഹം വേണ്ടായിരുന്നൊരു തോന്നൽ ആരവേട്ടൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം മറക്കുന്നല്ലേ നല്ലേ? പെട്ടെന്ന് ആരവിൻ്റെ മുഖമെല്ലാം മാറി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പെട്ടെന്ന് അവൻ അമ്മുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ചെവി തുറന്ന് കേട്ടോ അമൃത, ഞാൻ സ്നേഹിച്ചത് നിന്റെ സ്വത്തിനെയോ വിദ്യാഭ്യാസത്തിനെയോ ഒന്നുമല്ല, നിന്നെയാണ്. നിന്നെ മാത്രം. മേലിൽ മാതിരി വർത്താനോട് പറയാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? അമ്മുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയ്യേ, പുലിക്കുട്ടിക്ക് അറിയണോ? അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ കൈയാൽ തുടച്ചു കൊടുത്തു. അടുത്ത ആഴ്ച ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്, ഒഫീഷ്യലായി പെണ്ണിയോദിക്കാൻ. ഇത്ര പെട്ടെന്നോ? വേണം. സത്യത്തിൽ ഞാനിതുവരെ ഒരു പെണ്ണിനോടും എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനങ്ങനെ ഒരു ടൈം പാസ്സായിട്ട് ആരുടെ ഒപ്പം ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ മുമ്പിൽ IAS എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി വേണം നമുക്കൊന്ന് പ്രണയിക്കാൻ. ഒഫീഷ്യലായിട്ട് വിവാഹം ഉറപ്പിച്ചാൽ നമുക്ക് പ്രണയിച്ചെടുക്കാമല്ലോ. അവന് കള്ളച്ചിരിയാൻ അമ്മുവിനെ നോക്കി പറഞ്ഞു. അല്പസമയം കൂടി സംസാരിച്ചതിന് ശേഷമാണ് ആരും അമ്മുവിനെ വീണ്ടും ഗേറ്റ് മുമ്പിൽ ഇറക്കി വിട്ട് തിരിച്ച് തറവാട്ടിലേക്ക് പോയത്. ആ സായാഹ്നം മറ്റൊരു പ്രണയത്തിൻ്റെ തുടക്കത്തിന് വഴി തെളിയിച്ചു. കാശി പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ചയും ഗൗരിയെ കാശി ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അവൻ്റെ ശബ്ദം പോലും കേൾക്കാതെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവനെ ശല്യപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ ചിലപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടാൽ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് തോന്നി. ചിലപ്പോൾ അവൻ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ താൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അവളുടെ തീരുമാനം. ഈ സമയം മുംബൈയിലെ ഫ്ലാറ്റിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി കോഫി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശി. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കാശി ആ കോലം കെട്ട് പോലെ തോന്നി ഋഷിക്ക്. നിനക്ക് അവളൊന്ന് വിളിച്ചുകൂടെ? എനിക്ക് നീ ഇങ്ങനെ ഞെളിവിലുള്ളെന്ന് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അതിന് കാശി അവൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തുടങ്ങി എന്ത് ചോദിച്ചാലും അവൻ്റെ ഒരു പുഞ്ചിരി. എടാ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ തന്നെയായിരിക്കും എൻ്റെ ഗൗരിക്കും. അവളെ ഞാൻ കണ്ടാൽ അല്ലെങ്കിൽ അവളുടെ സ്വരം കേട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കില്ല. എനിക്കറിയില്ലടാ, ഇത്രത്തോളം ഒരാളെ സ്നേഹിക്കാൻ പറ്റും എനിക്കെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഐ ലവ് ഹെർ ബാഡ്ലി. ഇപ്പോൾ തന്നെ അജുവേട്ടൻ വഴി ഞാൻ അവിടെ വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എടാ, അത് കഴിഞ്ഞ് ഞാൻ ഒരു ലോങ് ലീവ് എടുക്കുകയും എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. പാവം, അതിനും കുറേ ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ജോലി ഇതായതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. പക്ഷെ എനിക്ക് കണ്ടറിഞ്ഞ അവിടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ച് കൊടുക്കണണ്ട. പറയുമ്പോൾ ഒരു കോടീശ്വര പുത്രിയാണ്. പക്ഷെ അതിൻ്റെ ഒരു അഹംഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമോ അവൾ ഇതുവരെ എന്നോട് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ലോകം ഈ കാശിയാണ്. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യപ്രവൃത്തിയാണോ ചെയ്ത്? ഋഷി നോക്കിക്കാണുകയായിരുന്നു കാശിയുടെ മാറ്റങ്ങൾ. അവന് ഗൗരിയോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. ഇതുവരെ തൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം എങ്ങനെയാവുന്നുള്ളൊരു ചിന്ത എപ്പോഴും ഋഷിക്കുണ്ടായിരുന്നു. പക്ഷേ അവനിപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം കാശിക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണറെ തന്നെ കിട്ടിയല്ലോ. മൊബൈൽ ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ടപ്പോഴാണ് ഋഷി ചിന്തയിൽ നിന്ന് ഉണർന്ന്. ആരാടാ കാശി? അജുവേട്ടനാടാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നാൽ മറുതലക്കിൽ നിന്ന് കേൾക്കുന്ന സംസാരത്തിലൂടെ കാശിയുടെ മുഖഭാവങ്ങൾ മാറുന്ന ഋഷി സസൂക്ഷ്മം വീക്ഷിച്ചു. കാശിക്ക് തന്റെ ശരീരമെല്ലാം തളരുന്ന പോലെ തോന്നി. അവൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടും ചെയറിലേക്ക് അമർന്നിരുന്നു. തലയെല്ലാം പെരുകുന്ന പോലെ കണ്ണുകൾ യാന്ത്രികമായി നിറയുന്നു. അവൻ അറിയുന്നില്ലായിരുന്നു. പെട്ടെന്നുള്ള അവന്റെ മാറ്റം കണ്ടതും ഋഷിയൊന്ന് ഭയന്നു. അവൻ ഓടി കാശിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് കാശി, എന്താ പറ്റിയത്? അജുവേട്ട എന്താ നിന്നോട് പറഞ്ഞു? നീ ഇത്രത്തോളം തളരാൻ വേണ്ടി എന്താണ് ഇപ്പൊ സംഭവിച്ചത്? അവന്റെ തുടരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കാശി മറുപടി പറയുന്നില്ലായിരുന്നു. അവന്റെ നിസ്സഹായാവസ്ഥയും തകർന്നപ്പോഴുള്ള ഇരുത്തം കണ്ടതും ഋഷിക്ക് ആ വിഷമവും ദേഷ്യവും വന്നു. തന്റെ അടുത്തുണ്ടായിരുന്ന കസേര ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അവൻ കാശിയോട് അലറിക്കൊണ്ട് ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? വായ തുറന്നു പറയടാ, എന്താ സംഭവിച്ചത്? Someone kidnapped Gauri. What? No, that's impossible. How? ഇല്ലടാ കാശി, അങ്ങനെ സംഭവിക്കുക പോലുമില്ല. നിനക്കറിയാലോ അവൾക്ക് ചുറ്റും എത്രത്തോളം സംരക്ഷണ വലയം തീർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നെന്ന്.
പിന്നെ എങ്ങനെയാടാ അവളെ തട്ടിക്കൊണ്ടുവന്ന് അത് ചോദിക്കുമ്പോൾ ഋഷിയുടെ ശബ്ദം ഇടറിയിരുന്നു. എനിക്കൊന്നും അറിയില്ലടാ. ശരീരാകെ ഒരു മരവി പോലെ കയ്യും കാലം തളരുന്നടാ. എൻ്റെ കൗരി അവള് കുഞ്ഞല്ലേടാ. വല്ലാതെ ഭയപ്പെടുന്നുണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യുക ഋഷി? എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടി കിട്ടുന്നില്ല.